ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടയിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം മുഴുവൻ തകർത്ത് കളഞ്ഞു എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടത്. ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങളെല്ലാം തീർത്ത് കളഞ്ഞു എന്നാണ്. അതെ. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ അമേരിക്കയുടെ അത് വെറും പൊള്ളയായ വാദമാണ് എന്ന രീതിയിലാണ് വരുന്നത്. ഇറാൻ്റെ ഇപ്പോഴും സാധനമുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. കാര്യം അമേരിക്ക അവകാശപ്പെടുന്നത് ഈ ഫോർദോ എന്ന് പറയുന്ന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ അവർ വിജയകരമായ ആക്രമണം നടത്തി അത് നശിപ്പിച്ചു എന്നാണ്. പക്ഷെ അപ്പോഴൊരു ചോദ്യം, ആ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷേ അതിനുള്ളിലുള്ള ആണവ ഇന്ധനം അല്ലെങ്കിൽ ആറ്റം ബോംബ്, അവർ പറയുന്ന ആറ്റം ബോംബ് എങ്ങോട്ട് പോയി? ഇതൊരു ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ നേരത്തെ തന്നെ ഈ ആക്രമണമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആണവ ഇന്ധനവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യന്ത്രഭാഗങ്ങളും ഒക്കെ അവിടുന്ന് സുരക്ഷിതമായി മാറ്റി ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് വാർത്ത. അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഒരു ചിത്രവും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്, ഒരു സാറ്റലൈറ്റ് ചിത്രം. അതായത് ഈ ഫോർദോ ആണവ റിയാക്ടർ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിന് മുമ്പിൽ ആ റോഡിൽ വരിവരിയായി നിർത്തിയിട്ടിരിക്കുന്ന 16 ട്രക്കുകളുടെ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ ഇവർ നേരത്തെ തന്നെ ഈ ആക്രമണ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഇത് അവിടുന്ന് മാറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് ഈ ആണവ നിർവ്യാപന കരാർ പ്രകാരം ഇറാന് 300 കിലോ യുറേനിയം സമ്പുഷ്ടീകരിക്കാനാണ് ലോകരാജ്യങ്ങൾ അനുമതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ആരോപിക്കുന്നത് ഈ ഫോർദോയിൽ 400 കിലോയോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നുള്ളതാണ്. ഈ യുറേനിയം 60% വരെ സമ്പുഷ്ടീകരിച്ചാൽ അത് ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നാൽ 90% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു ആണവ ആയുധമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഏത് അവസ്ഥയിലാണ് ഈ ഫോർദോയിൽ ഈ ആണവ ഊർജ്ജം ഉണ്ടായിരുന്നത് നമുക്കറിയില്ല. ഏതായാലും അത് അവിടുന്ന് മാറ്റി എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. കാരണം ഈ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അന്താരാഷ്ട്ര ആണവ ഏജൻസി ഈ പറയുന്ന ഫോർദോയിൽ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ അവിടെ ആണവ ഇന്ധനം അവർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ആക്രമണത്തിന് ശേഷം അവിടുത്തെ സ്ഥിതി എന്താണെന്നറിയില്ല. അപ്പോൾ ഇപ്പോൾ ആവശ്യം ഉയരുന്നത് ഈ അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി തന്നെ ഇവിടെ പോയി പരിശോധിച്ച് ഈ ആണവ ഇന്ധനം അല്ലെങ്കിൽ ആ ആറ്റം ബോംബായിട്ട് മാറ്റാൻ സാധ്യതയുള്ള ആ സംഗതി പഴയ രൂപത്തിൽ തന്നെ അവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് ആവശ്യം. ഇത് മാത്രമല്ല, ഈ ഇറാന് ഈ പറയുന്ന ഫോർദോ എന്ന് പറയുന്ന ആ കേന്ദ്രം ഏറെക്കാലം അവർ ഒളിപ്പിച്ച് വെച്ചിട്ട് 2008 മറ്റോ ഇസ്രയേലിൻ്റെയോ അമേരിക്കയുടെ ചാരസംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടെന്നുള്ളത് പുറം ലോകത്ത് അറിയുന്നത്, അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഇറാൻ ഞങ്ങൾക്ക് എങ്ങനെ ഒരു ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിയോട് സമ്മതിക്കുന്നത് പോലും. അപ്പോൾ ഇവർ അതീവ രഹസ്യമായി വെച്ചിരുന്ന ഒരു സംഗതിയാണിത്. കാരണം ഇത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ, അതായത് അവരുടെ ഒരു പാരലായിട്ടുള്ളൊരു സൈനിക സംവിധാനമാണ്. അവരുടെ മിസൈൽ പ്രതിരോധ കേന്ദ്രമായിരുന്നു, മിസൈൽ സൂക്ഷിക്കുന്നൊരു കേന്ദ്രമായിരുന്നു ഈ ഫോർദോയിലുള്ളത്. അതിനോട് ചേർന്നാണ് ഇവർ ഈ ആണവ സമ്പുഷ്ടീകരണ പരിപാടികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇത് പുറം ലോകത്ത് അറിയപ്പെടുന്നത് മറ്റേ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഒരു താവളം എന്ന നിലയിലാണ് അറിയപ്പെട്ടത്. പിന്നെ അതീവ രഹസ്യമായിട്ടാണ് ഇവർ സൂക്ഷിച്ചിരുന്നത് വ്യക്തമാണ്. അപ്പോൾ ഈ സമാനമായ രീതിയിൽ മറ്റെവിടെയെങ്കിലും ഇതേപോലെ രഹസ്യമായിട്ട് ഈ ആണവ ഇന്ധനം സൂക്ഷിക്കാനായിട്ട് ഇറാൻ സംഗതികൾ ഒരുക്കിയിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത്തരം ഏതോ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇത് മാറ്റിയെന്നാണ് സൂചന. മറ്റ് രണ്ട്, ഇപ്പം നദാൻസിലും മറ്റൊരു സ്ഥലത്തും ഒരു യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിലും ഒരു ഗവേഷണ കേന്ദ്രം ഉണ്ടായിരുന്നു. ഇപ്പം നദാൻസിലുള്ള സംഗതികൾ ഏതാണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള ആണവ ഇന്ധനം എങ്ങോട്ട് പോയി എന്നുള്ളതും നമുക്ക് അവ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തേക്കാണിത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും. ആണവ വികിരണം അടക്കമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എങ്ങോട്ടാണിത് മാറ്റി എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് കണ്ടെത്താത്തിടത്തോളം കാലം അമേരിക്കയ്ക്ക് ഈ അവരെ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെന്ന് പൂർണ്ണമായി അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ യുദ്ധത്തിലോ മറ്റെന്തിലോ ആയിക്കോട്ടെ, ഞങ്ങൾ ഇന്ന സ്ഥലത്തൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറാനും അറിയാം, ഇപ്പം പ്രേംലാലിനും അറിയാം, എനിക്കറിയാം ഞാനൊരു സ്ഥലത്തൊരു സാധനം വെച്ചിട്ടുണ്ടെന്ന്. പ്രേംലാൽ എന്നെ അടിക്കാൻ വേണ്ടി നിൽക്കണമെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യും? നമ്മൾ മാറ്റും, സാധനം മാറ്റൂലേ? അതെ, അത് തന്നെയായിരിക്കും ഇവിടെ ഇറാനും ചെയ്തിട്ടുണ്ടാവുമോ? ഉറപ്പായിട്ടും. അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പിടിവള്ളി അവരുടെ കയ്യിൽ ആണവ ഇന്ധനം ഉണ്ടെന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്കാണോ മാറ്റിയത് എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉണ്ട്. ഉറപ്പായിട്ടും. കാര്യം ഇത് അങ്ങനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ വളരെ ലളിതമായി കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയല്ല. അത് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ആണവ വികിരണം അടക്കമുള്ള അപകട സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ഥിതിഗതികൾ കുറച്ചുകൂടി വഷളായതിനേന്ന് തോന്നുന്നു. കാര്യം ആ രീതിയിലുള്ള ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. അപ്പോൾ ഒരു സുരക്ഷിത കേന്ദ്രത്തിലോട്ട് മാറ്റിയെങ്കിൽ അത് നല്ല കാര്യമാണ്, സുരക്ഷിത കേന്ദ്രത്തിലാണെങ്കിൽ. അല്ലെങ്കിൽ അത് അപകടകരമാണ്.
ഏതായാലും യുദ്ധം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതെന്ത് എന്നുള്ള കാര്യം, എവിടെ അത് എത്തിയെന്നുള്ള കാര്യം വലിയ താമസമില്ലാണ്ട് പുറംലോകം അറിയും. എങ്ങോട്ടേക്കാണ് മാറ്റിയതെന്നോ, അല്ല ഇനിയും അവർ ഇറാൻ ആണവ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ആലോചനയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അമേരിക്കയോ ഇസ്രയേലോ കണ്ടെത്തും ആ മാറ്റിയ സാധനങ്ങൾ ഇപ്പോൾ എവിടെയുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അടുത്ത ദിവസത്ത് തന്നെ വരും. എന്തായാലും അമേരിക്ക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടാവും ഇതിനോടകം തന്നെ, ഇത് എവിടത്തേക്കാണ് മാറ്റിയത്. അവരുടെ ചാരന്മാരൊക്കെ എന്തായാലും ഇറാനിലൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഉറപ്പായിട്ടും അമേരിക്കയുടെ ഇസ്രയേലിൻ്റെ ചാര ഉപഗ്രഹങ്ങൾ ഇതിൻ്റെ നീക്കങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവും ഇത് മാറ്റിയതൊക്കെ. പിന്നെ അവർ ബോംബിട്ട് നശിപ്പിച്ചു. അതായത് അമേരിക്ക ഉദ്ദേശിച്ചിത്രേ ഉള്ളൂ, ഒന്നെങ്കിൽ ആണവ നിർവ്യാപനം ഉണ്ടാക്കുക, അവരായിട്ട് തന്നെ അതിന് സന്നദ്ധമായി വരിക, അല്ലെങ്കിൽ ഇനി ഒരു തരത്തിലും ഈ ആണവ പദ്ധതികളുമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാണ്ടാക്കുക. അപ്പോൾ ആ രണ്ടാമത്തെ ലക്ഷ്യം അവർ നേടി. പക്ഷേ അടിസ്ഥാനപരമായി ആണവ ഇന്ധനം ഇപ്പോൾ എവിടെയുണ്ടെന്നുള്ളത് അജ്ഞാതമായി തുടരുന്നു. എന്തായാലും ഇറാൻ അത് സുരക്ഷിത താവളത്തിലേക്ക് തന്നെ മാറ്റിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റുന്നതല്ല ഏറ്റവും വലിയ പ്രശ്നം. ഇറാനെ സംബന്ധിച്ച് അവരെ സൈന്യം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രബലമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അത് സൈന്യവുമായിട്ട് സമാന്തരമായിട്ടുള്ള സംഗതിയാണ്. അതുകൂടാതെ അവർ ഒരുപാട് ഈ സായുധ സംഘങ്ങൾ അവിടെ അവർ ഇറാനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഹിസ്ബുള്ള ഉണ്ട്, ഹമാസ് ഉണ്ട്, അതേപോലെ തന്നെ ഹൂത്തികളുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിലെങ്ങാനും ഇത് വന്ന് പെട്ടാലാണ് അപകടം. ഇപ്പോൾ ഇറാൻ സേനയോ ഇറാൻ സർക്കാരോ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല ഈ ഇത്തരം സംഘങ്ങളുടെ കീഴിലോട്ട് ഇത് കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേലിനോ ശക്തമായ തിരിച്ചടി കൊടുക്കാനെന്ന പേരിൽ ഇവരാരെങ്കിലും ഈ ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ സംഗതി കൈവിട്ടു പോകും. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു ലോകത്തിന് മുഴുവൻ ഒരു ഭീഷണിയാകുന്ന അവസ്ഥയിലേക്ക് പോയി കാര്യങ്ങളല്ലേ. ഏതായാലും അവിടുന്ന് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി എവിടെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. സമീപ ദിവസങ്ങൾ ഏതായാലും വെടിനിർത്തൽ ധാരണയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വെടിനിർത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് കക്ഷികളും തമ്മിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊരു ചർച്ച ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. നേരത്തെ തന്നെ അമേരിക്കയും ഇറാനുമായിട്ട് ആണവ നിർവ്യാപനം സംബന്ധിച്ച് 4 വട്ട ചർച്ചകൾ അരങ്ങൊരുങ്ങിയതാണ്. 4ഉം ഫലവത്തായില്ല. 4ാമത്തെ ചർച്ച നടന്നതുമില്ല, അലസിപ്പിരിഞ്ഞു. അപ്പോൾ വലിയ താമസമില്ലാണ്ട്, അലസിപ്പിരിഞ്ഞല്ല, ഇറാൻ അതിൽ നിന്ന് പങ്കെടുക്കില്ല എന്ന് പിൻവാങ്ങി. അപ്പോൾ വലിയ താമസമില്ലാണ്ട് അത്തരം ചർച്ചകൾക്ക് തുടക്കമാകുമെന്ന് വേണം കരുതാൻ. ഇസ്രയേലും ഇറാനുമായിട്ടും ഇത്തരം ഒരു വെടിനിർത്തൽ ധാരണയായ സ്ഥിതിക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് അവരും ആശയവിനിമയം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഏതായാലും അമേരിക്കയും ഇറാനുമായിട്ട് ഇനി ഒരു ആണവ നിർവ്യാപനം സംബന്ധിച്ച് ഒരു ചർച്ച ഇത് സംബന്ധിച്ചുള്ളൊരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഉറപ്പായിട്ടും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വീണ്ടും ഇറാനിൽ പരിശോധനയ്ക്ക് വരും ഇത്തരം ഒരു കരാറിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അവരുടെ മുമ്പിൽ ഇത് വെളിപ്പെടുത്തിയേ പറ്റൂ. കാര്യം ഇത്രയും അവർ ഡിസ്ക്ലോസ് ചെയ്ത വിവരമാണ്. 300 കിലോ യുറേനിയം അവർക്ക് നിയമപരമായി തന്നെ നിലവിലെ കരാർ പ്രകാരം 300 കിലോ യുറേനിയം കൈവശം വെക്കാനുള്ള അധികാരം ഇറാന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ പക്ഷം അതെങ്കിലും അവർക്ക് കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഈ മാറ്റം എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കാര്യവും ആ സമയത്തായിരിക്കും വെളിവാകുക.